അച്ഛൻ്റെ മരണമുണ്ടാക്കിയ വേദന അത്ര വേഗമൊന്നും കാവ്യയുടെ മനസ്സിൽ നിന്നും മായില്ല. അത്രത്തോളം ആഴമായ ഒരു ബന്ധം ആ അച്ഛൻ മകൾ ബന്ധത്തിലുണ്ടായിരുന്നു. കാവ്യ മാധവൻ്റെ അച്ഛൻ എന്നതിലുപരി നല്ലൊരു മനസ്സിനുടമ എന്നാണ് മാധവനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സിനിമയിലെ പരിചയക്കാരും പറയുന്നത്. എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം സംസാരിക്കാൻ അറിയുന്ന ഒരു സൗമ്യശീലൻ. ചില മാധ്യമങ്ങൾ കുടുംബത്തെ വേട്ടയാടിയപ്പോഴും അവർക്കിതിനെ മുഖം കറുപ്പിക്കാതെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. കാവ്യനോ പറയുന്ന പല അഭിമുഖങ്ങൾക്കും പിന്നീട് അവർ യെസ് പറയാൻ കാരണവും അച്ഛനായിരുന്നു. കാരണം ആരുടെയും മനസ്സ് വേദനിപ്പിക്കാൻ അദ്ദേഹത്തിനാകുമായിരുന്നില്ല എന്നാണ് പല മാധ്യമ പ്രവർത്തകരും പറയുന്നത്. തീർത്തും സ്വകാര്യമായ മരണാനന്തര ചടങ്ങുകളായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ വെണ്ണലയിലെ വീട്ടിൽ വെച്ച് നടന്നത്. ചെന്നൈയിലെ വീട്ടിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഹൃദയാഘാതമുണ്ടാകുന്നത്. സംഭവ സമയത്ത് മകൾ കാവ്യയും ദിലീപ് അടക്കമുള്ളവരും കുടുംബവും ഒപ്പം ആശുപത്രിയിലുണ്ടായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു. യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്നുണ്ടായ അറ്റാക്കാണ് മരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരുന്നത്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വയ്യാതെ വന്നത്. ഈ അടുത്ത് കാവ്യയ്ക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കാനും ചെന്നൈയിലെ മിക്ക പരിപാടികളിലും അദ്ദേഹം സജീവമായിരുന്നു. റിപ്പോർട്ടുകൾ ശരിയെങ്കിൽ മരിക്കുന്ന ദിവസം പോലും പുറത്തൊക്കെ പോയി ഉത്സാഹത്തോടെ തിരികെ വീട്ടിലെത്തിയ ശേഷം TV കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുന്നതും അറ്റാക്കാണെന്ന് സ്ഥിരീകരിക്കുന്നതും. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചിരുന്നില്ല. മാധ്യമ വിലക്കുണ്ടായിരുന്നു. അത്രയും അടുത്ത ആളുകൾ വീടിൻ്റെ ഉള്ളിൽ ചെന്നാണ് അവസാനമായി ഒരു നോക്ക് കാണുന്നത്. ഇടപ്പള്ളിയിലെ പൊതു ശ്മശാനത്തിൽ കഴിഞ്ഞ ദിവസം രാവിലെയായിരുന്നു സംസ്കാരം. എന്നാൽ അവിടെയും കുടുംബമാരും പങ്കെടുക്കാനെത്തിയില്ല. എല്ലാ മരണാനന്തര ചടങ്ങുകളും നടത്തിയ ശേഷമാണ് മൃതദേഹം സംസ്കാരത്തിനായി എത്തിച്ചത്. അന്ത്യചുംബനം നൽകാൻ പോലും കുടുംബം എത്താഞ്ഞത് എന്തെന്ന ചോദ്യങ്ങൾ പലരും ചോദിച്ചെങ്കിലും അത് തീർത്തും സ്വകാര്യമായി വെക്കാനാണ് കുടുംബം ആഗ്രഹിച്ചതെന്നും വ്യക്തം. അപ്പോൾ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ലെന്നുള്ളതാണ് യാഥാർത്ഥ്യം.